ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ ചെറിയ തോതിലൊരു ഫിഷ് മോളി തയ്യാറാക്കാം കേട്ടോ. അധികം ചിലവൊന്നുമില്ലാത്ത രീതിയിൽ വളരെ സ്വാദിഷ്ടമായ ഒരു ഫിഷ് മോളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു 2 സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഇഞ്ചി ചതച്ചതും കുറച്ച് വേപ്പലയും ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോകണ്ട, ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി, സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഫിഷ് മോളിയാണല്ലോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക്, നമ്മൾ ചുമന്ന മുളക് അതിന് ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു തേങ്ങ പിഴിഞ്ഞതിൻ്റെ 2-ാം പാലുണ്ടല്ലോ, അത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചതാണിത്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-ാം പാലാണ് കേട്ടോ. അതൊന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1.5 സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനീഗർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്മീൻ്റെ കുഞ്ഞ് ചേർത്ത് കൊടുക്കട്ടെ. നെയ്മീൻ്റെ കുഞ്ഞാണ് ഞാനൊന്ന് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇത് വറുത്തും നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. നെയ്മീൻ്റെ കുഞ്ഞ് ഒന്ന് ഒത്തിരി അങ്ങ് ഡീപ്പായിട്ട് വറുത്തിട്ട് നമുക്കിതുപോലെ തന്നെ ഫിഷ് മോളി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം ടൈപ്പ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടിട്ട് ഒരുവിധം മീൻ പറ്റി മീനൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് തലപ്പാലാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും വേപ്പിലയൊക്കെ നമുക്ക് താളിക്കാം. അതിലേക്ക് നമുക്ക് കശുവണ്ടിപ്പരിപ്പും കൂടി ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കശുവണ്ടിപ്പരിപ്പ് വേണം നിർബന്ധമില്ല, ഉള്ളിയും വേപ്പിലയും മാത്രം മതി. അതൊന്ന് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ അധികം ചിലവില്ലാത്ത ഒരു ഫിഷ് മോളിയാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. പിന്നെ അപ്പമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം ഇടിയപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ്. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും ബെസ്റ്റാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.